നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് ധനബില്ലിൽ നിന്നുകൂടി ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് VM സുധീരൻ. സമൂഹത്തിൽ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ടെന്നും സുധീരൻ തുറന്നടിച്ചു. എന്നാൽ ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ നികുതി പരിഷ്കാരം ഉൾപ്പെടുത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ തീരുമാനം. പുതിയ മദ്യനയം സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ധനകാര്യ വകുപ്പിന്റേതാണെന്നും മന്ത്രി M. ലിജു വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് UDF തീരുമാനത്തിന് വിധേയമായി നടപ്പിലാക്കുള്ളൂ എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ നികുതി ഇളവ് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ പ്രഖ്യാപനം പ്രഹസനമാകുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഇതേ നിലപാടുമായാണ് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. UDFൽ ചർച്ച ചെയ്യാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശരിവെച്ച് മറ്റു നേതാക്കളും രംഗത്തുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയല്ലോ. UDF ചേർന്ന് UDF യോഗം ചേർന്ന് മദ്യനയം തീരുമാനിക്കുന്നതോടൊപ്പം ഇതും തീരുമാനിക്കും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ UDF സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിൻ്റെ ചർച്ചകൾ ആരംഭിക്കും. ഈ ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ കൊണ്ടുവന്ന് LDF ആണ്. ഈ ലോ ആൽക്കഹോളിക് ബിവറേജസ് വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലും UDFലും ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇന്നലെ സംസ്ഥാനത്ത് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് മുന്നണി തീരുമാനത്തിനനുസരിച്ചാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ പൂർണ്ണമായും പിന്നോട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. VM സുധീരൻ അടക്കമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും നികുതി കുറവ് ധനബില്ലിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നീതിയിളവ് നൽകുന്ന ഭാഗവും ഉൾപ്പെടുത്തും. അതിനു മുമ്പ് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. നികുതി ഇളവ് നൽകി കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുന്നുവെന്ന് മുൻമന്ത്രി MB രാജേഷ് വിമർശിച്ചു. നികുതി ഇളവ് പിൻവലിക്കാത്തത് മദ്യക്കമ്പനികൾക്ക് വിധേയപ്പെട്ടതിന്റെ തെളിവാണെന്ന് P. രാജീവ് കുറ്റപ്പെടുത്തി. പെട്ടെന്ന് നികുതി കുറച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. മദ്യനയത്തിൽ പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ടെന്ന് മുസ്ലിം ലീഗ് സമ്മതിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ നൽകിയ വിശദീകരണത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷം വിമർശനവുമായി കടന്നുവരുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി കളവ് പറഞ്ഞുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവും. അതൊന്നും അദ്ദേഹം തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ശീലം അദ്ദേഹത്തിനില്ല. മദ്യനികുതി വിവാദത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം തൃപ്തികരമല്ലെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ആ കാര്യമാണ് അസംബ്ലി ചർച്ച ചെയ്തത്. ആ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. കേരളം മുഴുവൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അതിശക്തിയായിട്ടുള്ള വിമർശനം VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും ആണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ തൂഫാനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വിമർശനമുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ട്. അതിന് വിപരീതമായല്ലേ മറ്റൊരു ചടങ്ങ് ഇവിടെ നടക്കുന്ന ഒരു നയം നമ്മൾ കാണുന്നത്. മദ്യനികുതി സംബന്ധിച്ച് പാർട്ടിക്ക് വിമർശനമുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും സ്ഥിരീകരിക്കുന്നു. അത് ചില ഭാഗത്ത് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അത് കറക്റ്റ് ചെയ്ത് പോവും. ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ് UDFന്റെ പോളിസി. മുഖ്യമന്ത്രി അത് അർത്ഥശങ്കക്കിടമില്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ധാതുമണൽ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ UDFൽ ഭിന്നത. മുഖ്യമന്ത്രി VD സതീശന്റെ നിയമസഭയിലെ പ്രതികരണത്തിൽ അവ്യക്തതയുണ്ടെന്നും തീരദേശത്തെ കരിമണൽ ഖനനം അനുവദിക്കരുതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് ആലോചിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളാണ് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ അനുമതി നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണമില്ലെന്ന് സർക്കാർ നിയമസഭയിലും പുറത്തും ആവർത്തിക്കുമ്പോഴാണ്
കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തു വരുന്നത്. രൂക്ഷ വിമർശനമാണ് VM സുധീരൻ നടത്തിയത്. കരിമണൽ കർത്തയായാലും അദാനിയായാലും തീരദേശത്തെ കരിമണൽ ഖനനം അനുവദിക്കരുതെന്ന് VM സുധീരൻ. ആലപ്പുഴ തീരത്തെ കരിമണൽ ധാതു സമ്പത്തുണ്ടല്ലോ, അതിൽ നോട്ടമിട്ടുകൊണ്ട് അദാനിയെപ്പോലുള്ള രംഗത്ത് വരികയാണ്. പിണറായി നടത്തിയ ആ ഒരു നടപടിയുണ്ടല്ലോ, ആ നടപടി അവസാനിപ്പിച്ചേ മതിയാകൂ. അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയ പെർമിറ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ ഒരു തീരുമാനവുമില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്ര ഗവൺമെന്റ് 2025 ഉത്തരവുള്ളതാണ് ബീച്ച് സാൻഡ് ഒരിക്കലും സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് അപ്രായോഗികമാണ്, അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതില്ല. തന്നെയല്ല, ബഡ്ജറ്റിൽ ഒരിടത്തും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് ആരാ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയുന്നില്ല. നാടിനെ കൊള്ളയടിക്കുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷവും ആവർത്തിക്കുന്നു. തന്ത്രപ്രധാന മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെയാണ് എതിർക്കുന്നതെന്ന് മുൻ മന്ത്രി P. രാജീവ്. ഇവിടെ ഖനനത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ ഖനനം വിട്ടുകൊടുക്കുന്നില്ല, ഒരു കോറിഡോർ കേന്ദ്രത്തിൻ്റെതാണ്, അതിനകത്ത് ഇന്ന കമ്പനി പൊതുമേഖലാ കമ്പനികളാണുള്ളത്. തന്ത്രപ്രാധാന്യമായ മേഖലകൾ സ്വകാര്യവൽക്കരണത്തിനാണ് എതിർക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് ഖനനം നടത്താനുള്ള അധികാരം ആദ്യമായി നൽകിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ബജറ്റിലെ നിർദ്ദേശത്തെ പിൻപറ്റി വലിയ എതിർപ്പ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷത്തു നിന്നല്ല, സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. 24 കൊച്ചി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. രാവിലെ 9:30 ഹാജരായ വീണയെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, കഴിഞ്ഞ തവണ ഏകദേശം 9 മണിക്കൂറോളം വീണയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 134 രേഖകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? അമൃത, കഴിഞ്ഞ തവണത്തെ അതേ സമയത്തിലേക്ക് ഇത്തവണയും എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് മൊഴികൾ പരിശോധിക്കേണ്ടതുണ്ട്. 134 രേഖകളാണ് SFIO റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടിക്കുള്ളത്. അതിൽ ഒരുപാട് മൊഴികളുണ്ട്. ആ മൊഴികളൊക്കെ വെച്ചിട്ടാണ് വീണയെ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായും കുറച്ചധികം സമയമെടുക്കും എന്നാണ് നമുക്ക് ED ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റ് കടുത്ത നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വീണയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പ്രധാനമായും ചില ചോദ്യങ്ങൾക്ക് വീണ കഴിഞ്ഞ തവണ ഉത്തരം നൽകിയിരുന്നില്ല. എന്ത് സേവനമാണ് CMRL എക്സാലോജിക് നൽകിയത് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. കഴിഞ്ഞ തവണ അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടവர்கள் അത്തരം രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥരുമായി നേരിട്ടാണ് ചർച്ചകൾ നടത്തിയത്. അതുകൊണ്ട് രേഖകളൊന്നും ഇല്ല തുടങ്ങിയ മറുപടികളൊക്കെ SFIOക്ക് മുമ്പിൽ പറഞ്ഞ മറുപടികളൊക്കെ ആവർത്തിക്കുകയായിരുന്നു വീണ. അതിനും അപ്പുറത്തേക്ക് ഇന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. വീണയുടെ ഇന്നത്തെ മൊഴിയും അതോടൊപ്പം തന്നെ CMRL അധികൃതർ നൽകിയിട്ടുള്ള മൊഴിയും ഒക്കെ താരതമ്യം ചെയ്ത ശേഷമായിരിക്കും വീണ്ടും വിളിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ ഒരു ഡേറ്റ് ഫിക്സിലേക്ക് പോകുക. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 7 പേരെ, വീണയടക്കം 7 പേരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അമൃത. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ ടിയുടെ ചോദ്യം ചെയ്യൽ 9ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കക്ഷി ചേർന്നു. കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നീക്കം. പ്രോസിക്യൂഷൻ വീഴ്ച കൊണ്ടാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യമാണെന്നും പോലീസും റിപ്പോർട്ട് നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് ആദ്യമായി പ്രതികളിൽ ഒരാൾക്ക് ജാമ്യം ലഭിച്ചത്. 9ാം പ്രതിയെ ഹരീഷ് കുമാറിനായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ജാമ്യ ഹർജി അംഗീകരിച്ചത്. ഇതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ കക്ഷി ചേർന്നു. പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷൻ വീഴ്ച ചൂണ്ടിക്കാട്ടി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂട്ടർ T. ഗീനാകുമാരിക്കെതിരെ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പരാതി നൽകും. പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് പ്രോസിക്യൂട്ടർ പ്രതിയുമായി ഒത്തുകളിച്ചെന്നാണ് പോലീസിന്റെ പരാതി. ഇക്കാര്യത്തിൽ പ്രോസിക്യൂട്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്നും പോലീസ് ആവശ്യപ്പെടും. 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനും പോലീസ് ഹർജി നൽകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം. നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിക്കെതിരെയാണ് പരാതി. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്യമായ ചികിത്സ ഉറപ്പാക്കിയില്ല എന്ന് നെയ്യാറ്റിൻകര സ്വദേശി സജിത. അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സജിത SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോപണം നിഷേധിച്ച് നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ഡോക്ടർ രേണുക രംഗത്തെത്തി. കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സജിത പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. ഒപ്പം പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയയും നടന്നു. 2 ദിവസത്തിനു ശേഷം പനിയും ശക്തമായ വയറുവേദനയും ഉണ്ടായെങ്കിലും കൃത്യമായി ചികിത്സ കിട്ടിയില്ലെന്നാണ് ആരോപണം. നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രേണുകയ്ക്കെതിരെയാണ് സജിതയുടെ പരാതി. നല്ല വേദന ഉണ്ടായിരുന്നു.
അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ആ വലത് വശത്തെ തയ്യലിട്ടിട്ടുണ്ട്, ഇയാളത് കാര്യമാക്കണ്ട, വേദന കാണുമെന്ന് പറഞ്ഞു. നല്ല വേദന, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ആയതുകൊണ്ട് ഞാൻ ഒരു സ്കാൻ എടുത്ത് ഈ മാഡത്തിനെ കൊണ്ട് കാണിച്ചു. മാഡം പറഞ്ഞു സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല, 4 തൊട്ട് 6 വരെ പഴുപ്പുള്ളൂ. പക്ഷേ മാഡം പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ പഴുപ്പാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്തു. ജൂബിലി ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോൾ തന്നെ അവർ ഉടനെ സ്കാൻ എടുത്ത് നോക്കി 2 സൈഡിലും പ്രസവം നടത്തിയെടുത്ത് നല്ല രീതിയിൽ ഇൻഫെക്ഷനാണെന്നും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. 4.5 മാസമായി സ്വകാര്യ ആശുപത്രികളിലടക്കം കയറിയിറങ്ങുകയാണ് യുവതിയും കുടുംബവും. നിലവിൽ ഗർഭപാത്രത്തിലെ 2 ട്യൂബുകളിലും പഴുപ്പ് നിറഞ്ഞ അവസ്ഥയിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിള്ളയ്ക്ക് ഭയങ്കരപ്പെട്ട ആദ്യപരമായ വേദനയായി ട്യൂബ് ഇറക്കി പഴുപ്പ് എടുത്തുകൊണ്ട് ഇന്ന് SAT വന്നിട്ട് ഇന്ന് 15 ദിവസം. ട്യൂബ് ഇട്ടിട്ട് ഇന്നലെ ട്യൂബ് എടുത്ത് 9 ദിവസമായി. ഡോക്ടർ പറയണേ ഇനി പിള്ളയ്ക്ക് മെയിൻ സർജറി വേണം, ട്യൂബ് കടന്നെടുത്ത് പഴുപ്പില്ല, അടുത്ത് വേറെ നീങ്ങിക്കിടക്കുകയാണ്, ആ പഴുപ്പ് അവർക്ക് എടുക്കാൻ പറ്റൂല, അത് സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിക്ക് അണുബാധ സംഭവിക്കുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് സജിതയുടെ രോഗാവസ്ഥ കണ്ടെത്തിയത്. സജിതയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. അതേസമയം കൃത്യമായ ചികിത്സ നൽകിയെന്നാണ് ഡോക്ടർ രേണുകയുടെ വിശദീകരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 20 ദിവസം കഴിഞ്ഞാണ് തന്നെ സമീപിച്ചതെന്നും അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ രേണുക 24-നോട് പറഞ്ഞു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. കോഴിക്കോട് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കല്ലാച്ചി സ്വദേശി ചന്ദ്രൻ അബോധാവസ്ഥയിലായി. മറ്റൊരു രോഗിക്ക് നൽകേണ്ട ഗുളിക മാറി നൽകിയതാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ഒരേ പേരുള്ള മറ്റൊരു രോഗിക്ക് നൽകേണ്ട ഉറക്ക ഗുളിക ചന്ദ്രന് മാറി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഗുളിക കഴിച്ചതിന് പിന്നാലെ ചന്ദ്രൻ അബോധാവസ്ഥയിലാവുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ചന്ദ്രനെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പരാതി ഉന്നയിച്ചപ്പോൾ ആശുപത്രി അധികൃതർ ചികിത്സാരേഖകൾ തിരുത്താൻ ശ്രമിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. 24 കോഴിക്കോട്. വെനസ്വേലയെ നടുക്കി വൻ ഭൂകമ്പം. ഭൂകമ്പത്തിൽ 164 പേർക്ക് ജീവൻ നഷ്ടമായി. തലസ്ഥാനമായ കരാക്കസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വെനസ്വേലയ്ക്ക് പുറമെ ജപ്പാനിലും കാലിഫോർണിയയിലും ഭൂകമ്പങ്ങൾ ഉണ്ടായി. വെനസ്വേലയിലേക്ക് രക്ഷാദൌത്യ സംഘത്തെ അയച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. FCRA ചട്ടഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തം. ബില്ല് മൌലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് ഓർത്തഡോക്സ് സഭ. ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ള ബില്ല് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യം ഉന്നയിച്ച് KC വേണുഗോപാൽ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ചട്ടഭേദഗതി എതിർക്കുമെന്നും നിയമനിർമ്മാണം ആദ്യം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ മതമേലാധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുമെന്നായിരുന്നു BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ ചർച്ച നടത്താതെ ചട്ടഭേദഗതി വന്നതാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭ അതിശക്തമായി രംഗത്തെത്തി. FCRAയുടെ പുതിയ ചട്ടങ്ങൾ വീണ്ടും പുതുക്കി കഴുത്തിന് കത്തിവെക്കുന്ന രീതിയിലുള്ളതായ രീതി. എന്തിനാണ് ഇങ്ങനെ കൂച്ചുവലം കിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ള ബില്ല് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. സംഘപരിവാർ രാജ്യത്തുടനീളം നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമാണോ ചട്ടഭേദഗതിയെന്ന് സംശയിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ചട്ടഭേദഗതിയെ ശക്തമായി എതിർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം നടന്നത്. അതിനുശേഷം BJP ഗവൺമെൻറ് നിയമഭേദഗതി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചട്ടഭേദഗതി കൊണ്ട് ഇപ്പോഴും കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശം. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്ന് ജോസ് കെ മാണി MP കുറ്റപ്പെടുത്തി. ആയുധമില്ലാതെ നിയമം കൊണ്ടുവന്ന് ആ നിയമം ഒരു ആയുധമാക്കി മാറ്റൂ, ഞാൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതാണ് FCRന്റെ ഈ ഭേദഗതിയിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ക്രൈസ്തവ സഭകൾ ഒന്നിച്ചുള്ള പോരാട്ടത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം നടത്തുന്നത്. 24 കോട്ടയം. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.